അസ്സലാമു അലൈക്കും. ലാസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബാക്കി പത്രങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഞാനിന്നെടുത്ത് മാറ്റിയില്ല. ഇവിടെ പിന്നെ ബാക്ക് ടു ബാക്ക് എപ്പോഴും ബർത്ത്ഡേസ് വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത മാസം ഹൈസാൻ്റെ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വെറുതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനതങ്ങനെടുത്ത് മാറ്റും. റൂമിൽ പോയപ്പോൾ ആദ്യം മോൻ എണീറ്റിട്ടില്ല. രാവിലെ ഞാൻ രാത്രി ഒരാളെ രണ്ടുപേരെയും കട്ടിലാണ് കിടത്തിയിട്ട് പോയത്. രാവിലെ ആയപ്പോൾ ഒരാൾ നിലത്തും ഒരാൾ കട്ടിലും ഇരിപ്പുണ്ടായിരുന്നു, അല്ല കിടപ്പുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ എനിക്ക് തോന്നി എണീറ്റിട്ട് വീണ്ടും കിടന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ക്യാമറ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, മക്കളെ മാറ്റിയാണോ കിടത്തുന്നത്, ഇങ്ങനെ അത് കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ പക്ഷേ ഞാൻ മക്കളെ മാറ്റി കിടത്തി ഇപ്പോഴേ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നാളായിട്ട് അവർ ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങുന്നത് രാത്രി. പിന്നെ റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മക്കൾ കരഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വെച്ചാലോ എന്തെങ്കിലും അടിപിടി കൂടിയാലോ ഒക്കെ ഈ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് റൂം. അതുകൊണ്ട് ഞാൻ കതക് ഞങ്ങളങ്ങനെ പൂട്ടി അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അലേർട്ടായിരിക്കും. മക്കളുടെ കാര്യം ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു കുഞ്ഞു ശബ്ദം കേട്ടാൽ പോലും ഞാനോ സുർജിയൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ ഓടിയെത്തും. അതുകൊണ്ടില്ല അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും തമ്മിൽ അടിപിടി കൂടിയാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ബഹളമൊക്കെ. അങ്ങനെ വലിയ പ്രശ്നമില്ല. മക്കളിപ്പോൾ മാറി തന്നെയാണ് കിടക്കുന്നത്. ഹൈസ മാത്രമാണിപ്പോൾ നമ്മുടെ ഒപ്പം കിടക്കുന്നത്. അവൾ കൊച്ചല്ലേ, അപ്പോൾ പാലിന് വേണ്ടിയിട്ടൊക്കെ രാത്രി 2-3 തവണയൊക്കെ അവൾ എണീക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ ഹൈസാനെ ഇതുവരെ മാറ്റി കിടത്തിയിട്ടില്ല. അവളും കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഒരു റൂമിലിങ്ങനെ ഒരു ഒറ്റ കട്ടിലെന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് 2 കട്ടിലാക്കിയിട്ട് ഒരാൾ ഹൈസയും ഐഷും ഒരു കട്ടിലും ആദമിനെ അയാനെയും ഒരു കട്ടിലും ആക്കണം എന്നൊക്കെ ഇങ്ങനെ വളരും തോറും പ്ലാൻ ഇങ്ങനെ മാറ്റിയും മറിച്ചുമൊക്കെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും മക്കളിങ്ങനെ ഉറങ്ങി കിടക്കുന്നതാണ്. ഞാൻ പിന്നെ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കായ്ച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ നോക്കാൻ പോയതാണ്. അപ്പോൾ കുറച്ച് അത്തിപ്പഴമല്ല, ഇത് സീതപ്പഴം എന്നൊക്കെ പറയും. ഞാൻ പിന്നെ ആത്തിമുന്തിരി എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയൽ. അപ്പോൾ കുറച്ചധികമല്ല, ഒരു 4-5 എണ്ണം കിട്ടി. അപ്പോൾ അത് പാകപ്പെട്ടതാണ്, പഴുത്തതല്ല. അത് ഇവിടെ ഞാനിങ്ങനെ പഴുപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചാൽ ഞാനതങ്ങ് മറന്നു പോകും. അതുകൊണ്ട് അതുപോലെ ഞാനപ്പുറത്ത് ഉമ്മാനെ ഏൽപ്പിച്ച് ഉമ്മ ആകുമ്പോഴത്തേനും അത് നോക്കി നന്നായിട്ട് പഴുത്ത് വരുന്ന പരുവത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആയിട്ട് തരും. എനിക്ക് ഇവിടെ ഇരുന്ന് അത് വെറുതെ അഴുകി അങ്ങനെ പോയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനും മുതിർന്നില്ല. അത് തിരിച്ചു വന്നപ്പോൾ ആദ്യം പയ്യെ എണീറ്റ് തുടങ്ങി. ഞാനിന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ റെസിപ്പി വേറെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന്. എൻ്റെ റെസിപ്പി ഒന്നുമല്ല, ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടൊരു റെസിപ്പിയാണ്. അപ്പാടെ തന്നെ ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ളക്കടലയില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് തലേദിവസം നമ്മൾ കുക്ക് ചെയ്ത് വെക്കണം. തലേദിവസം കുക്ക് ചെയ്യാനല്ല, കുതിർത്ത് ഒരു ദിവസം വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്ത കടല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 1/4 കപ്പ് കാഷ്യൂ പേസ്റ്റാക്കി വയ്ക്കുക. പിന്നെ ലെമൺ സെസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ വേണം. പിന്നെ അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് വേണം. അതുപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് ഇല്ലേ, മല്ലിയില ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ മീഷോന്ന് വാങ്ങിച്ച ബോൾ സെറ്റാണ്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ മേടിച്ചതാണ്. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. ഞാൻ ഒത്തിരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് 3 എണ്ണം ഇങ്ങനെ നിരത്തി അങ്ങനെ വെച്ച് പ്രഹസനം കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് അതാണ് ഞാനിപ്പോൾ വെച്ചത്. പിന്നെ 1 കപ്പ് വെള്ളക്കടല കുതിർത്ത് കുക്ക് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പാൻ എടുക്കുക. ഏതിലാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് വേണ്ടത്. ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എൻ്റെ അടുത്ത് അതേ ഉണ്ടായിരുന്നല്ലോ. ഒലിവ് ഓയിലാണ് ബെസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന 5 അല്ലി വെളുത്തുള്ളി നല്ല രീതിയിൽ വഴറ്റി സോട്ട് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മൂത്ത് വരണം നമ്മുടെ ഈ വെളുത്തുള്ളി. ഈ കുക്കായ വെളുത്തുള്ളിയിലോട്ട് നമ്മൾ വെള്ളക്കടലയില്ലേ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന് നമ്മളെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഗാർലിക്
ഇതാണ് വെളുത്തുള്ളി ചതച്ചത് നമ്മുടെ കടലയും എല്ലാം നല്ല രീതിയിൽ സോട്ടാവണം. അതിനുശേഷം നമുക്ക് അധികം പൊടികളൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം. കാരണം എരിവായിട്ട് നമുക്ക് കുരുമുളക് പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതും നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ സോട്ടായി എല്ലാം നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 കപ്പ് നമ്മുടെ വെള്ളം, സാധാ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന 1/4 കപ്പ് കാഷ്യൂ പേസ്റ്റ് ഇല്ല, അതും കൂടി ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് അഗെയിൻ നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇത് തിളച്ച് വരണം. നല്ല രീതിയിൽ ബോയിലായി കിട്ടണം. ഇങ്ങനെ ബോയിലായി വരുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട 2 സാധനങ്ങളും കൂടെ ബാക്കിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ലെമൺ സെസ്റ്റ് ഉണ്ടല്ലോ. ലെമൺ സെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത്, നാരങ്ങയുടെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്ത സാധനത്തിനാണ് ലെമൺ സെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് നാരങ്ങാ നീരില്ലേ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ആഡ് ചെയ്ത സംഗതികളെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വെട്ടിത്തിളച്ച് വരട്ടെ. വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മല്ലിയിലയില്ലേ, കൊറിയാണ്ടർ ലീവ്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഡൺ, കറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യം ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, വെക്കണോ വേണ്ടയോ, നമുക്ക് ഇഷ്ടപ്പെടോ എന്നൊക്കെ. അടിപൊളിയായിരുന്നു കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്, ബെസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ. അസ്സലാമു അലൈക്കും, ബൈ. തലയിൽ തുണി എവിടെ? അല്ലാഹുമ്മ ബിസ്മിക മുത്തു അഹിയ അല്ലാഹുവിന്റെ കാവലുണ്ട്. ആമീൻ ആമീൻ. കിടന്നു മോനെ, കിടന്നു. പോടേ ഹൈസ പോയി കിടന്നുറങ്ങും. ഹൈസ പറഞ്ഞ കേൾക്കില്ല. അത് അപ്പില്ല എടുത്തു.